അല്ല ജേഫ് കേരളം ബസ് പറഞ്ഞു ഞാനെങ്കിൽ പിടിച്ചിട്ട് നിൽക്കുന്ന വണ്ടി ആ ബസ് റോക്കറ്റ് വന്നിട്ട് സനലിന്റെ ഫോൺ നമ്മൾ ചാമ്പി ഇട്ടിട്ടോ. സനലിന്റെ ഫോണാണ് തപ്പുന്നത്. ഗൈസ് കിടിലിൻ്റെ വാട്ടർഫാൾസ് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയാണ് കേട്ടോ. എന്ത് രസമറിയോ, സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്നത്. ഭയങ്കര രസം. ഇവിടെ ഭയങ്കര ക്ലൈമറ്റും. ഓ ഗൈസ് അടിപൊളി കേട്ടോ. കറങ്ങ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലോസ്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കി, അതെ, നമ്മൾ ഇൻട്രോ എടുക്കാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കോടമഞ്ഞിൻ്റെ നടുക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നുള്ള എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാറും ഉണ്ട്, 4 ബൈക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ റൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 ദിവസത്തെ റൈഡാണ്. ഇടുക്കി എന്ന് വെച്ചാൽ അടിപൊളി റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര വ്യൂ ഉള്ള റിസോർട്ടിലേക്ക്. 3 390 ഇന്ന് നമ്മുടെ റൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നാളെയും കുറച്ച് വണ്ടികളോട് വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പോകാം. അപ്പോഴത്തേനും നമുക്ക് ഇവിടെയുള്ള അടിപൊളി വേറെ കാഴ്ചകളുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ പുതിയ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആദ്യത്തെ റൈഡാട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്ന് പറയും. അവിടം വരെ ഇടുമ്പോഴത്തേനും നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഏകദേശം ഫിറ്റൊക്കെയാണ്, നല്ല രസമുണ്ട്. ബബ്ലു ബായ്. 1116 1261.49 അങ്ങനെ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അഗെയിൻ 61. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. റോഷൻ നമ്മുടെ റോഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. റോഷാ, എന്താ സ്ഥിതി? പോവല്ലേ, കോളേജിൽ പോവല്ലേ? തങ്കപ്പ ഫ്രണ്ട് വീലിന് കുറച്ച് എയർ കുറവുണ്ട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഇന്നലെ മാത്രം ചെറിയ വെയിൽ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ എയർ അടിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്ന വണ്ടി പഞ്ചറായിരുന്നു. അപ്പോൾ അവർക്ക് എയർ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ കുറച്ച് പേരെ കാണാൻ കേട്ടോ. ഒരു സൂപ്പർ ബൈക്കും ഒന്നൊന്നുമല്ല, 2-3 ഉണ്ടാവണം. അപ്പോൾ ഈ റൈഡിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ തൃപ്പൂണിത്തറ വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെ നിന്നുള്ള ബ്ലോക്കൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഇത് ഏകദേശം നേരം വെളുത്തു. കുറച്ചുകൂടി മുമ്പായിരുന്നു ഈ സെറ്റായിരുന്നു. നമ്മുടെ ഗ്ലൗ അടിപൊളി കേട്ടോ, ഉപയോഗിക്കാൻ നല്ല സുഖമുണ്ട്. ഇനി കുറച്ചുകൂടി ഹൈ റേഞ്ച് ഭാഗത്തേക്ക് കയറി നോക്കട്ടെ. കുറച്ചുകൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക കറക്റ്റ് റിവ്യൂ കിട്ടും. പക്ഷേ മഴയത്ത് ഒരു ലെതർ ഗ്ലൗവും ഉപയോഗിക്കരുത്. കാര്യം ലെതർ ഹാർഡായി പോകും. അപ്പോൾ മാക്സിമം മഴക്കാലത്ത് ലെതർ ഗ്ലൗവിന് പകരം നമ്മുടെ ക്ലോത്ത് പോലത്തെ വരുന്ന അത്യാവശ്യം നല്ല ഗ്ലൗസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാം, ഡെയിലി യൂസിനൊക്കെ പറ്റും. ഇതാകുമ്പോൾ അതൊന്നും നടക്കില്ല. മഴ പെയ്തോ ഗ്ലൗ നാശമായി പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ആയി, അതാണ് പ്രശ്നം. മാക്സിമം വേഗം എത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി കാൽവരി മൗണ്ടിലേക്കാണ് കേട്ടോ. കാൽവരി മൗണ്ട്, അവിടെ ഒരു ഗീ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷമേ അവിടുന്ന് പ്ലാൻ ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത് അവിടേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ സംഭവം നമ്മൾ അവിടെ എത്തിയില്ല. അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയിരുന്നു ആ സമയത്ത്. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് വേറെ റിസോർട്ടിലേക്ക് മാറുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ആ സമയത്തൊന്നും ഇതുപോലത്തെ പറഞ്ഞാൽ നല്ല മഴക്കാലത്തായിരുന്നു നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ദേ നമ്മുടെ JF ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചു. ഇനിയിപ്പോൾ നേരെ സനൽ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം.
പ്രമുഖനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രമുഖൻ അങ്ങോട്ടൊക്കെ വൻ മഴയാ. എന്നിട്ട് മോട്ടോ ടോർക്ക് മൈക്രോപ്റ്റർ എടുക്കാൻ മറന്നു. അയ്യോ, ഇപ്പൊ പുതിയ ആളുകൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൂക്ക് ചാനൽ. അപ്പോൾ നമുക്കിനി അവിടെ പോവാം. നേരെ പോയിട്ട് എവിടെയെങ്കിലും ചെറിയ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇനി ഓരോ ആളുകൂടി ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ ഇന്നത്തെ റൈഡിന്. പിന്നെ നമുക്ക് നാളെ ഉണ്ട് മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ആരൊക്കെയാണെന്നൊക്കെയുള്ള സർപ്രൈസാണ് കേട്ടോ. നാളെ എന്തായാലും സെറ്റപ്പ് ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി നേരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അല്ല ജേഫ് കേരളം ബസ് പറഞ്ഞു ഞാനെങ്കിൽ പിടിച്ചിട്ട് നിൽക്കാനുള്ള വണ്ടി. ആ ബസ്സുകാരൻ റോക്കറ്റ് വന്നിട്ട് അയാൾ അതുപോലെ തന്നെ അല്ലേ. എന്റെ തൊട്ട് കുറേ വണ്ടിയുണ്ട്. ഇവൻ നന്നായി ചവിട്ടി. ആ ബസ്സുകാരന് മനസ്സിലായി ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന്. 4 വണ്ടി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 3 390. അപ്പോൾ നമ്മൾ 3 390 വെച്ച് ഇതുകൊണ്ട് റൈഡ് പോകില്ല എന്നുള്ള പരാതി നമ്മൾ തീർത്തിട്ടുണ്ട്. ഫോൺ നമ്മൾ ചാമ്പിയിട്ടുണ്ട്. ചാനലിലെ ഫോൺ നമ്മൾ ചാമ്പിയിട്ടുണ്ട് കേട്ടോ. ചാനലിലെ ഫോണാണ് തപ്പുന്നത്. അവിടെ ഇല്ല. ഫോൺ ചാമ്പി. അതെ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സച്ചിയുടെയും കുറച്ച് പേരുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കാറിൽ പറഞ്ഞിട്ടു. അപ്പോൾ ഇനി നമുക്കിനി ഇവിടുന്ന് പോവാം. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. ഇപ്പോൾ റെയിൻകോട്ട്, ഇപ്പോൾ മഴ പെയ്ത് നമ്മൾ പെട്ടുപോകും. കാര്യം റെയിൻകോട്ടുള്ള ബാഗ് അതിനകത്തായിരിക്കുന്നത്. ഗായ്സ് നല്ല കൂടുതൽ മഞ്ഞിട്ടോ. ഭയങ്കര രസമുണ്ടല്ലോ വണ്ടി ഓടിക്കാൻ. എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. നോക്കിയേ, ക്യാമറ വീണ്ടും വീണ്ടും ഓണാക്കാൻ തോന്നുന്നു. ഓ, ഇതാണ് ഇടുക്കി. മഴയത്തൊക്കെ ഇടുക്കി വരുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ കേട്ടോ. എടാ കൊച്ചിനെ കാണുന്നില്ല. എന്താ എന്ത് അവനെയോ? ഏതാല്ലേ നിങ്ങളെന്ത് പോക്കാ പോയെ? ഒരു ചെറുക്കനെ ഇവിടെ മിസ്സിങ്ങാ. കാണുന്നില്ല വളവൊന്നും. ഞാൻ നേരെ പോവാ. മറ്റേ മിററിൽ നിന്നെ നോക്കി നീ അടുത്ത നോക്കിയിട്ട് വഴി കഴിഞ്ഞു കണ്ടായിരുന്നു. ഒരു ഹെയർ പിന്റെ അങ്ങോട്ട് പോയേ നടുക്കേക്ക്. ഇന്റർലോക്കാണ്. ഇന്റർലോക്കിന്റെ ആ കണ്ടിരുന്നു. ആ ഹെയർ പിന്നിലല്ലേ നടുക്ക് കിണറ്. എടാ റെയിൻകോട്ട് ഉണ്ടോ? ആ നിനക്ക് ടയർ കുറവായോണ്ട് സീൻ ഉണ്ടാവും. ബാറ്ററി കാരണോ? ഞാൻ നോക്കും മുമ്പിലുള്ളവരെയും കാണുന്നില്ല, ബാക്കിൽ വരുന്നവരെയും കണ്ടില്ല. ഞങ്ങള് സെന്ററിൽ ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിററിൽ നോക്കി ഒരാൾ കൂടി ഉണ്ട്, അത് മതി. അപ്പൊ ഗായ്സ് നമ്മൾ പോണ വഴിക്കും തിരിച്ചു വന്നു കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫാൾസ് കണ്ടിട്ട് എന്ത് രസം അറിയോ. ഡും ഡും. എന്റെ മോനെ. ഗായ്സ് കിടിലിന് വാട്ടർഫാൾസ് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയാണ് കേട്ടോ. എന്ത് രസം അറിയോ. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്നത്. ഭയങ്കര രസം. ഇവിടെ ഭയങ്കര ക്ലൈമറ്റും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ തിരിച്ചു പോവാണ്.
അപ്പോൾ അതേ ഗൈസ് നമ്മൾ വീണ്ടും ഒരു നൈസ് സ്പോട്ടിലെത്തി. സറിൽ ഫ്യൂൽ അടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അതാ ഇത് നോക്കിയേ, കിടിലം വ്യൂ. ആ വെള്ളം നോക്ക്, നല്ല ക്ലിയർ വെള്ളം കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി കലങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിലും നല്ല വെള്ളമായിരിക്കും ഇവിടെ. അപ്പോൾ അവരൊക്കെ അവിടെ ഫ്യൂൽ അടിച്ചിട്ട് ഇപ്പോൾ വരും കേട്ടോ. ഇവിടേക്ക് റോഡൊക്കെ ഉണങ്ങി കിടക്കാല്ലേ. ഗായ്സ് വീട്ടിൽ നിന്ന് ഇതേ ചക്ക വറുത്തൊക്കെ കൊണ്ടുവന്ന് തന്നു, ഞങ്ങളിത് കഴിച്ചോണ്ടിരിക്കും കേട്ടോ. താങ്ക്സ് അമ്മ. അപ്പോൾ ഒരു ലൊക്കേഷനിൽ ഇത് ഇവിടെ നിർത്തിയേക്ക് പോകാം കേട്ടോ. ഗായ്സ് ദേ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് കാൽവറി മൗണ്ട് എന്നുള്ള വ്യൂ ഒക്കെ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തായാലും. അപ്പോൾ അതിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട്. കാൽവറി മൗണ്ടിലേക്കുള്ള വ്യൂ പോയിൻ്റ് ഇവിടെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് മേലേക്ക് പോകണം. ഇവിടെ നിന്നല്ല കേട്ടോ, ഞാൻ റോഡ് കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റേഷൻ എത്തി. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ, നല്ല തണുപ്പാണ് കേട്ടോ. കാൽവറി മൗണ്ടിലേക്ക് ശരിക്കും ഉള്ള വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിനേക്കാളും കിഡിലൻ വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവരുടെ പാർക്കിങ്ങിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നടന്ന് കാണണം എല്ലായിടത്തും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് വണ്ടി പോവുകയും ചെയ്യും. അവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം നമുക്ക്. ഇത് കാൽവറി മൗണ്ടിലേക്ക് പോകാനുള്ള റോഡ് ഇത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ കാർ ഇനി വരണം. ഇല്ലേ നീ കാറിൽ കയറണ്ടോ? നമുക്ക് മേലേക്ക് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയാ കേട്ടോ. ഇനി അവിടെ നിന്നുള്ള വ്യൂ ഇതിലും കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടെ. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം ബാക്കി. ഓ ഹോയ്, ചാനലൊക്കെ സിംഗിളായതുകൊണ്ട് എടുത്ത് പറച്ച് പോകുന്നുണ്ട്. ഇതാ നമ്മുടെ പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് വിട്ടോ വീഴല്ലേ. എടാ കാർ എവിടെ നിർത്തും? എടാ ഇവിടെ തട്ടുവോ? ഇവിടെ എന്നാ പണിയണേ? അത് പണിയായ മെല്ലെ മെല്ലെ. പറ്റേ എയർ സസ്പെൻഷൻ ഉണ്ടോടാ? പിന്നെ അങ്ങനെ അത് ഹാൻഡ് ബ്രേക്ക്. മതി. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ റിസോർട്ടിലെത്തിട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ, നമ്മൾ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കോടമഞ്ഞാട്ടോ, ചുറ്റും കോടമഞ്ഞാണ്. അപ്പോൾ വേണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ താഴേക്ക് നല്ല വ്യൂ ആയിരുന്നു, പക്ഷേ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്താ വൈബ് എന്നറിയോ, ഫുൾ ടൈം കോടമഞ്ഞ്. ഇവിടെ തേയിലത്തോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അപ്പോൾ ഈ വഴി മേലേക്ക് കുറേ നടക്കാനുണ്ട്. കുറേ എല്ലാവരും ഹിൽ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. കാൽവറി മൗണ്ടിൻ്റെ ശരിക്കുള്ള വ്യൂ അതിൻ്റെ മേലേക്ക് പോയാൽ കാണും. അപ്പോൾ ഇനി നമുക്ക് മേലേക്ക് പോവാം. എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മേലേക്ക് പോയി നോക്കാം. ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ്, നമുക്ക് ബൈക്ക് എടുത്തൊന്ന് കയറി നോക്കണം. ഗൈസ് ഇതുകൊണ്ട് ഇത് നോക്ക്, രണ്ട് പട്ടികളെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന്. ഒരു ഭയങ്കര കമ്പനി കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മളെ പുറകെ ഒന്നും മാറുന്നില്ല. രണ്ട് പേരുണ്ട്. നമ്മൾ നടന്ന് മേലെത്തി കേട്ടോ. ഇവിടുത്തെ വ്യൂ നോക്കി, അവന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഇത്രയും റൗണ്ടിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളിടത്തേക്കൊക്കെ കോട കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ.
പിന്നെ കയറി വരാൻ കുറച്ച് ടാസ്ക് ഉണ്ടെങ്കിലും സംഭവം അടിപൊളി. കറങ്ങുമോ? കറങ്ങാം. എല്ലാവരും കൊള്ളും. കയറി കറങ്ങ. ഒരുമാതിരി കറക്കായി പോയല്ലോ. അയ്യോ, സച്ചിന്റെ അശരീരി മാത്രമേ ഉള്ളൂ. സച്ചിൻ എവിടെയാണ് കാണുന്നില്ല. എന്താ നമുക്ക് പോയി നോക്കാം. ഇരിക്കണേ. അയ്യോ സ്ലിപ്പറി. അമ്പോ ഒരു കുരിശിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസം. ഓ എന്ത് കാറ്റാ. പക്ഷെ അവിടെ നോക്കുമ്പോ നിന്നെ കാണൂല കേട്ടോ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിട്ടോ. നല്ല കാറ്റ്. ഇവിടെ ഒരു വലിയ കുരിശുണ്ട് കേട്ടോ. വലിയ ഒന്നല്ല, 1 2 3 ആരൊക്കെയോ ചുവന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഓ എന്ത് കാറ്റാ. സെറ്റില്ലേ. ഗൈസ് ഇതാ താടിയിലൊക്കെ ഉണ്ടല്ലേ മഞ്ഞ് വന്നിരിക്കുന്നത്. സച്ചുവിന്റെ താടിയിൽ നോക്കിയോട്ടോ. മുടിയിലൊക്കെ മഞ്ഞാണ് ഗൈസ്. എന്താ നോക്കിയേ. കേരളത്തിന്റെ ഉള്ളിൽ മഞ്ഞ് വീഴുന്നു. എന്താ താടി നരച്ചതുപോലെ ഉണ്ട്. താടി നരച്ച്. എന്താ കാറ്റ്. ചാവട്ടെ എന്തിനാണ്. നിങ്ങളെല്ലാരും ഇവിടെ വന്നിരിക്കുക കേട്ടോ. ഓ ഗൈസ് അടിപൊളി കേട്ടോ. ഇത് ഇന്നലെ കയറിയപ്പോൾ നമുക്ക് ഈ വ്യൂ കിട്ടിയില്ല, പക്ഷെ ഇന്ന് കിട്ടി. എന്താല്ലേ അടിപൊളി അല്ലേ.